നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 2000 രൂപയുടെ വിതരണമാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. പണം എത്താത്തവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ 2000 രൂപയ്ക്ക് പകരം 1600, 1800 എന്നിവർ ലഭിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇന്നിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ കാണുന്ന പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയ ആളുകൾ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ചു കാലമായി പെൻഷൻ കുടിശ്ശികയില്ല. എല്ലാ മാസവും പെൻഷൻ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇന്നലെ പണം അക്കൗണ്ടിൽ എത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഒട്ടുമിക്ക ആളുകൾക്കും പണം എത്തിയിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇന്നലെ പണം എത്തിയിട്ടുള്ളത്. ഇന്നലെ പണം എത്തിയ ആളുകൾ അക്കാര്യം ഒന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പെൻഷൻ എത്തുന്ന എല്ലാ ആളുകൾക്കും പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി കൈകളിൽ പണം എത്തുക 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. തുക ഇന്ന് തന്നെ നിങ്ങൾക്ക് പണം എത്തുന്ന സഹകരണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ നാളെ മറ്റന്നാളത്തോടു കൂടി തന്നെ എല്ലാ ആളുകൾക്കും പണം നേരിട്ടും കൈകളിലും എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പണം എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ചിട്ടും പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുമല്ലെങ്കിൽ പെൻഷൻ ID, ഇതിലേതെങ്കിലും ഒന്ന് നൽകിക്കഴിഞ്ഞാൽ, ഇതിന് ഒന്ന് മാത്രം നൽകിയാൽ മതി. നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. അവിടെ നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്, ഇനി സ്ത്രീകൾക്ക് ലഭിക്കുന്ന വിധവ പെൻഷൻ ആണെങ്കിൽ അവർ നൽകേണ്ട സത്യവാങ്മൂലം നൽകാത്തത് കൊണ്ടാണോ, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ അവിടെ അറിയാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് പെൻഷൻ മുടങ്ങാനായിട്ടില്ല. അങ്ങനെ വിഷയം കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ മുകളിൽ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലമുണ്ട്. വിധവ നൽകുന്ന സത്യവാങ്മൂലം, അത് നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി തന്നെ മനസ്സിലാക്കുക. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. മറ്റവരുടെ സഹായമില്ലാതെ തന്നെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ മുതലായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.